AEL എക്സാമിന് ബയോളജി സെക്ഷനിൽ നിന്ന് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച 50 ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് നോക്കാം. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്താണ്? മൈറ്റോകോൺട്രിയ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇത്. അപ്പോൾ സെല്ലിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ സെല്ലിൽ വരുന്നതാണ്. പിന്നെ പ്ലാന്റ് ഫിസിയോളജി, ജനറ്റിക്സ്, അങ്ങനെ ഓരോ സെക്ഷനായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഓപ്ഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. ജസ്റ്റ് നിങ്ങളൊരു ബുക്കിൽ ഇത് പവർ ഹൗസ് ഓഫ് ദ സെൽ ഈസ് മൈറ്റോകോൺട്രിയ എന്ന് എഴുതി വെക്കുക. ആ സമയം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. പ്രോട്ടീൻ സിന്തസിസ് ഒക്കേഴ്സ് ഇൻ റൈബോസോം. നിങ്ങളൊരു ബുക്കിൽ പ്രോട്ടീൻ സിന്തസിസ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ നേരെ റൈബോസോം എന്ന് എഴുതുക. പവർ ഹൗസ് എന്ന് എഴുതിയിട്ട് മൈറ്റോകോൺട്രിയ എന്ന് എഴുതുക. അതിന് മേലെ ഹെഡിങ് ആയിട്ട് സെൽ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഈ സെല്ലിലുള്ള വരുന്നതാണ് ഇനി മൊത്തം ക്വസ്റ്റ്യൻസ് ആദ്യം വരിക. അപ്പോൾ ആ സെല്ലിൻ്റെ അണ്ടറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളത് നോക്കിയിട്ട് ജസ്റ്റ് ആ ചെറിയ പോയിന്റ്സ് ആയിട്ട് എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ മൊത്തം എഴുതണ്ട. DNA ഈസ് പ്രസൻറ്റ് ഇൻ ന്യൂക്ലിയസ് ആൻഡ് മൈറ്റോകോൺട്രിയ. അപ്പോൾ DNA ന്യൂക്ലിയസിലും മൈറ്റോകോൺട്രിയയിലുമാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ഇസ് സെൽ. അതെല്ലാവർക്കും അറിയാമായിരിക്കും. ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ഇസ് സെൽ. ദ RNA കണ്ടെയ്ൻസ് വിച്ച് ഷുഗർ? ഇറ്റ് ഈസ് ഈസി, റൈബോസ്. RNAയുടെ ആറും റൈബോസിൻ്റെ ആറും കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. RNA കണ്ടെയ്ൻസ് ദ ഷുഗർ കോൾഡ് റൈബോസ്. സെൽ ഡിവിഷൻ പ്രൊഡ്യൂസിങ് 2 ഐഡൻറ്റിക്കൽ ഡോട്ടഡ് സെൽസ്. അതിനെന്താ പറയുക? മൈറ്റോസിസ്. അപ്പോൾ സെൽ ഡിവിഷൻ നടന്നിട്ട് 2 ഐഡൻറ്റിക്കൽ ഡോട്ടർ സെൽ ഉണ്ടാവുന്നതിന് പറയുന്ന പേരാണ് മൈറ്റോസിസ്. ലൈസോസോംസ് ആർ കോൾഡ് സൂയിസൈഡ് ബാഗ്സ്. അതായത് ഓൾഡ് ആയിട്ടുള്ള സെൽസിനെയൊക്കെ ഡീജനറേറ്റ് ചെയ്യുന്നത് ലൈസോസോംസിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്. അതുകൊണ്ട് അതിനെ സൂയിസൈഡ് ബാഗ്സ് എന്ന് വിളിക്കും. ആ പ്രൊസീജിയറിന് പറയുന്ന പേര് അപ്പോപ്റ്റോസിസ് എന്നാട്ടോ. പ്ലാസ്മ മെംബ്രെയിൻ ഈസ് സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. ഓക്കെ. അതായത് പ്ലാസ്മ മെംബ്രെയിനിലൂടെ എല്ലാ സബ്സ്റ്റൻസിനെയും കടത്തി വിടില്ല. സെലക്ട് ചെയ്തിട്ടാണ് പെർമിയബിൾ ആക്കുള്ളൂ. ഓക്കെ. സെലക്റ്റീവ്ലി പെർമിയബിൾ. ക്രോമസോംസ് ആർ മെയ്ഡ് ഓഫ് DNA ആൻഡ് പ്രോട്ടീൻ. DNAയും പ്രോട്ടീനും യൂസ് ചെയ്തിട്ടാണ് ക്രോമസോംസ് മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രോമസോംസ് ആർ മെയ്ഡ് ഓഫ് DNA ആൻഡ് പ്രോട്ടീൻ. വിച്ച് ഓർഗനല്ലേ കണ്ടെയ്ൻസ് ഡൈജസ്റ്റീവ് എൻസൈംസ്? ഏത് ഓർഗനല്ലയിലാണ് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ലൈസോസോമിലാണ് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉള്ളത്. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി ഈസ് നെഫ്രോൺ. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി ഈസ് നെഫ്രോൺ. ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് മെയിൻലി ബൈ ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ മെയിനായിട്ടും ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. നോർമൽ ഹ്യൂമൻ ഹാർട്ട് ഹാസ് 4 ചേമ്പേഴ്സ്. 2 ആട്രിയം, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആട്രിയം, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിളും. അപ്പം 4 ചേമ്പേഴ്സാണ് നോർമൽ ഹ്യൂമൻ ഹാർട്ടിന് ടോട്ടൽ ഉള്ളത്. ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ് ഹെൽപ്ഡ് ബൈ പ്ലേറ്റ്ലെറ്റ്സ്. ശ്രദ്ധിക്കണം, ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡെങ്കു ഫീവറിലൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാൻ കാരണം പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് കുറയുന്നതുകൊണ്ട്. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. യൂണിവേഴ്സൽ ഡോണർ ബ്ലഡ് ഗ്രൂപ്പ് ഇസ് O നെഗറ്റീവ്. ഓക്കെ. യൂണിവേഴ്സൽ ഡോണർ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ്. അതെന്തുകൊണ്ടാണ്? O നെഗറ്റീവിൽ AB/RH ഫാക്ടർ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാം. ഓക്കെ. പക്ഷേ യൂണിവേഴ്സൽ റെസിപ്പിയൻ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? AB പോസിറ്റീവ് ആണ്. ഓക്കെ. AB പോസിറ്റീവ് ആവാൻ കാരണം ഓൾറെഡി അവരുടെ RBC സർഫസിൽ അതിന് Aയും Bയും RH ഫാക്ടറൊക്കെ ഉള്ളതുകൊണ്ട് ഓൾറെഡി റെക്കഗ്നൈസ്ഡ് ആണ്. അപ്പോൾ പിന്നെ ഒരു റിയാക്ഷൻ സംഭവിക്കില്ല. അതുകൊണ്ട് AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയൻ ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പോൾ മാറിപ്പോരുത്. യൂണിവേഴ്സൽ ഡോണർ O നെഗറ്റീവും യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് AB പോസിറ്റീവുമാണ്. മാറിപ്പോരുത്. അടുത്തത് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡി. ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്. ഗ്ലാൻഡ് എന്ന് ചോദിക്കുമ്പോൾ ലിവറാണ്. പക്ഷെ ലാർജസ്റ്റ് ഓർഗൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതും ലാർജസ്റ്റ് ഓർഗൻ സ്കിൻ, ലാർജസ്റ്റ് ഗ്ലാൻഡ് ലിവർ. ഇത് രണ്ടും മാറിപ്പോകരുത്. ഹോർമോൺ റെഗുലേറ്റിംഗ് ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഇൻസുലിൻ. ഓക്കെ.
ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ ലങ്സ് ഒക്കേഴ്സ് ഇൻ ഗ്യാസ് എക്സ്ചേഞ്ച് ലങ്സിൽ എവിടെയാണ് ഒക്കർ ചെയ്യുന്നത്? ആൽവിയോളൈ. ആൽവിയോളൈ ആണ് ലാസ്റ്റ് ലങ്സിൻ്റെ പാർട്ട്, അവിടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കോസസ് റിക്കറ്റ്സ്. വൈറ്റമിൻ സി എന്താണ്? സ്കർവി. അങ്ങനെ ഓരോന്നും എഴുതി പഠിക്കട്ടോ. ഓരോ ഡെഫിഷ്യൻസിയിലും ഏത് ഡിസീസാണ് ഒക്കർ ചെയ്യുന്നതെന്ന്, വൈറ്റമിൻ ഡെഫിഷ്യൻസിയിൽ ഓരോന്നിലും ഏത് ഡിസീസാണ് ഒക്കർ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ആ പേപ്പറിൽ അപ്പം തന്നെ എഴുതി പഠിക്കും. ഓക്കെ. ഹ്യൂമൻ ബോഡീസ് ലാർജസ്റ്റ് ഓർഗൻ ഓൾറെഡി പറഞ്ഞ സ്കിൻ. സെക്കൻഡ് ലാർജസ്റ്റ് ഓർഗൻ ഏതാ? ലിവർ. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാ? ലിവർ. അത് മാറിപ്പോവാതെ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് റീഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാവുള്ളൂ. ഓക്കെ. ഹു ഈസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്? മെൻഡൽ. ഗ്രിഗർ മെൻഡൽ ആണ് ഫാദർ ഓഫ് ജെനറ്റിക്സ്. ഹ്യൂമൻ ക്രോമസോം നമ്പർ. ഹ്യൂമൻ ക്രോമസോം നമ്പർ ഇസ് 46. നമ്പർ എന്ന് ചോദിക്കുമ്പോൾ 46ഉം പെയേഴ്സ് ഓഫ് ഹ്യൂമൻ ക്രോമസോം ചോദിച്ചാൽ 23 ആണ് എഴുതേണ്ടത്. അത് ക്വസ്റ്റ്യൻ മാറി വരാൻ ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ഏതായാലും നന്നായിട്ട് റീഡ് ചെയ്തിട്ട് മാത്രമേ ആൻസർ എഴുതാൻ പാടുള്ളൂ. DNA സ്റ്റാൻഡ്സ് ഫോർ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ RNAയുടെ എക്സ്പാൻഷൻ എന്താ? റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അത് രണ്ടും കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ. ഡൗൺ സിൻഡ്രോം ഒക്കേഴ്സ് ഡ്യൂ ടു എക്സ്ട്രാ ക്രോമസോം ഇൻ 21. അതായത് 21st ക്രോമസോമിൽ എക്സ്ട്രാ ക്രോമസോം ഉള്ളത് കൊണ്ടാണ് ഡൗൺ സിൻഡ്രോം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഡൗൺ സിൻഡ്രോമിന് ട്രൈസോമി 21 എന്നുള്ള ഒരു പേരും കൂടെ ഉണ്ട്. ഓക്കെ. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്കൊരു ഓർമ്മ കിട്ടാൻ വേണ്ടി. ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എഴുതുമ്പോൾ കുറച്ചും കൂടെ ഓർമ്മ നിൽക്കും. ജനറ്റിക് മെറ്റീരിയൽ ഇൻ മോസ്റ്റ് ഓർഗാനിസംസ്. മോസ്റ്റ് ഓർഗാനിസംസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽസ് എന്താണ്? ജനറ്റിക് മെറ്റീരിയൽ എന്താണ്? DNA ആണ് ഒരുവിധം എല്ലാ ഓർഗാനിസത്തിലും പ്രസൻ്റ് ആയിട്ടിരിക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ. ബ്ലഡ് ഗ്രൂപ്പ് ഇൻഹെറിറ്റൻസ് ഫോളോസ്. ബ്ലഡ് ഗ്രൂപ്പ് ഇൻഹെറിറ്റൻസ് എന്താണ് ഫോളോ ചെയ്യുന്നത്? കൊഡോമിനൻസ്. കൊഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ബോത്ത് ട്രെയ്റ്റ്സ്, അതായത് രണ്ട് അലീൽ, ഇപ്പോൾ പാരൻറ്റിൻ്റെ ജീൻ എന്നൊരു അലീലും മദറിൻ്റെ ജീൻ എന്നൊരു അലീലും രണ്ടും കൂടെ ഒരാളെ ഡോമിനേറ്റ് ചെയ്യാതെ രണ്ടും കൂടെ ഡോമിനേറ്റ് ചെയ്യും, ഡോമിനേറ്റ് ചെയ്യും. അതാണ് കൊഡോമിനൻസ്. അതിന് എക്സാമ്പിളാണ് AB ബ്ലഡ് ഗ്രൂപ്പൊക്കെ വരുന്നത്. ഒന്നും കൂടെ ഈസിയാക്കി പറയുകയാണെങ്കിൽ, ഇപ്പം മദർ A ബ്ലഡ് ഗ്രൂപ്പും ഫാദർ B ആണെങ്കിൽ കുട്ടി വരുമ്പോഴേക്കും AB ബ്ലഡ് ഗ്രൂപ്പ് കാണിക്കുന്നത് കൊഡോമിനൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കളർ ബ്ലൈൻഡ്നെസ് ഈസ് സെക്സ് ലിങ്ക്ഡ് ഡിസീസാണ്. കളർ ബ്ലൈൻഡ്നെസ് സെക്സ് ലിങ്ക്ഡ് ഡിസീസാണ്. ഇവല്യൂഷൻ തിയറി പ്രൊപ്പോസ്ഡ് ബൈ ഡാർവിൻ. ഡാർവിൻസ് ഇവല്യൂഷൻ തിയറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് ഡ്യൂറിങ് മിയോസിസ്. മിയോസിസിൻ്റെ ടൈമിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ഫോട്ടോസിന്തസിസ് ഒക്കേഴ്സ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ഫുഡ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. ഫ്ലോയമിലാണ് ഫുഡ് ട്രാൻസ്പോർട്ട് നടക്കുന്നത് പ്ലാന്റ്സിൻ്റെ. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ ഈസ് കൺട്രോൾഡ് ബൈ ഗാർഡ് സെൽസ്. ഇതൊക്കെ പ്ലാന്റ് ഫിസിയോളജിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പ്ലാന്റ് ഫിസിയോളജിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ ഈസ് കൺട്രോൾഡ് ബൈ ഗാർഡ് സെൽസ്. നെക്സ്റ്റ് ഈസിയാണ്. പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് ബൈ ഫോട്ടോസിന്തസിസ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സെൽ ഈസ് സ്പേം. അല്ലെങ്കിൽ സ്പെർമറ്റോസോവ എന്ന് പറയാം. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെൽ എന്താണ്? ഓവം. ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് ഇൻ ഫലോപ്പിയൻ ട്യൂബ്. ഫലോപ്പിയൻ ട്യൂബിലാണ് ഫെർട്ടിലൈസേഷൻ ഒക്കർ ചെയ്യുന്നത്. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് ഫോംസ്. മെയിലും ഫീമെയിൽ ഗാമേറ്റ്സും ഫ്യൂഷൻ ചെയ്തിട്ടാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ. IVF മീൻസ്, IVFൻ്റെ എക്സ്പാൻഷൻ എന്താണ്? ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. IVF ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അടുത്തത് ഹ്യൂമൻ ജസ്റ്റേഷൻ പീരീഡ്. എല്ലാവർക്കും അറിയാം 9 months ആണ്. പ്രോപ്പറായിട്ട് പറഞ്ഞാൽ 9 months + 7 days.
എയ്ഡ്സ് ഈസ് കോസ്ഡ് ബൈ, എയ്ഡ്സ് എന്താണ്, ബാക്ടീരിയ, ഫംഗസ് അങ്ങനെയൊക്കെ തരും. അപ്പോൾ എയ്ഡ്സ് ഈസ് കോസ്ഡ് ബൈ HIV, വൈറസ് ആണ് അത് കേട്ടോ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. മലേറിയ ഈസ് കോസ്ഡ് ബൈ പ്ലാസ്മോഡിയം, ഇത് പാരസൈറ്റ് ആണ്. ഓക്കെ, ചിലപ്പോൾ പ്ലാസ്മോഡിയം തരാതെ ഓപ്ഷനിൽ പാരസൈറ്റ്സ് എന്ന് തന്നാൽ പ്ലാസ്മോഡിയം പാരസൈറ്റ്സ് ആണ്. ഓക്കെ. ട്യൂബർക്യുലോസിസ് എഫക്ട്സ് മെയിൻലി ലങ്സ്, ട്യൂബർക്യുലോസിസ് എഫക്റ്റ് ചെയ്യുന്നത് ലങ്സിനെയാണ്. ട്യൂബർക്യുലോസിസിന് കൊടുക്കുന്ന വാക്സിൻ ഏതാണെന്ന് ചില സമയം ചോദിക്കും. BCG വാക്സിനാണ് ട്യൂബർക്യുലോസിസിന് കൊടുക്കുന്നത്. വാക്സിൻ ഹെൽപ്സ് ഇൻ, എല്ലാവർക്കും അറിയാം എന്തിനാണ്, ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ് വാക്സിൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം വാക്സിൻ ഹെൽപ്സ് ഇൻ ഇമ്മ്യൂണിറ്റി. ഡെങ്കു സ്പ്രെഡ്സ് ത്രൂ മൊസ്കിറ്റോ, ഡെങ്കു സ്പ്രെഡ് ചെയ്യുന്നത് മൊസ്കിറ്റോയിലൂടെയാണ്. അടുത്തത് ഫാദർ ഓഫ് ബയോടെക്നോളജി. ഫാദർ ഓഫ് ബയോടെക്നോളജി ആരാ? കാൾ റേക്കി. കാൾ റേക്കിയാണ് ഫാദർ ഓഫ് ബയോടെക്നോളജി, അതൊന്നും മറക്കണ്ട കേട്ടോ. DNA ഫിംഗർ പ്രിൻറ്റിങ് ഈസ് യൂസ്ഡ് ഫോർ, DNA ഫിംഗർ പ്രിൻറ്റിങ്ങിന് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അത് ഐഡൻറ്റിഫിക്കേഷനാണ്. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ DNA ഫിംഗർ പ്രിൻറ്റിങ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പം DNA ഫിംഗർ പ്രിൻറ്റിങ് ഈസ് യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ. റിക്കോംബിനൻറ്റ് DNA ടെക്നോളജി ഈസ് യൂസ്ഡ് ഇൻ ക്ലോണിങ് ജീൻസ്. ജീൻസിന് ക്ലോണിങ് ചെയ്യുന്നതിലാണ് റീകോംബിനൻ്റ് DNA ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും ഇതുപോലുള്ള ടോപ്പിക്സായിട്ട് ഞാൻ വരുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സോ ഇൻഫർമേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലൂടെ അറിയാൻ പറ്റും, ഈ ഒരു ചാനലിലൂടെ അറിയാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.